നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, RPL, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. തിരുവനന്തപുരം തെങ്കാശി അന്തർദേശീയ പാതയിൽ കൂവക്കാടിന് സമീപമുള്ള പാതയോരത്തെ മാലിന്യങ്ങളാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് നീക്കം ചെയ്തത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീബി അറിയിച്ചു. കേരളത്തിൽ മാർച്ച് 30 സീറോ വേസ്റ്റ് ആയി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിൽ എല്ലാ വാർഡുകളിലും ഈ മാലിന്യമുക്തമായ വാർഡുകളായി തരംതിരിച്ച് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്കൊരു മാനദണ്ഡവും അത് പരിശോധിക്കുന്നതിന് ഒരു ടീമുമുണ്ട്. ആ ടീമിൻ്റെ പരിശോധനയുടെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ചില വാർഡുകളിൽ ഇങ്ങനെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നതായിട്ട് നിങ്ങൾ പ്രദേശങ്ങളിലൊക്കെ സന്ദർശിക്കുകയും RPL മാനേജർ അടക്കം വനംവകുപ്പിനെ അടക്കം വിളിച്ച് മീറ്റിംഗ് കൂടുകയും ഇതിനൊരു സ്വത്തര നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ മീറ്റിംഗ് കൂടി. ഇന്നിവിടെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് കൊണ്ട് തള്ളുന്ന മാലിന്യം പ്ലാസ്റ്റിക് മാത്രമല്ല, പല കടകളിലെയും മറ്റ് കക്കൂസ് മാലിന്യം അടക്കം പല പ്രദേശത്തു നിന്നും ഇവിടെ കൊണ്ട് തള്ളുകയാണ്. വാർഡുകളെല്ലാം ശുചിയാക്കി ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ നല്ല വായുവും നല്ല വെള്ളവും നല്ല അന്തരീക്ഷവും ശ്വസിക്കുന്നതിന് രോഗമില്ലാത്തൊരവസ്ഥയും ജനങ്ങൾക്ക് ദീർഘായുസ്സോടുകൂടി ജീവിക്കുന്നതിനും നമ്മുടെ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനുമുള്ള ഒരു പരിശ്രമത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതിൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 20-ാം തീയതിയോട് കൂടി എല്ലാ വാർഡുകളും അതിന് പരിശ്രമിക്കുകയാണ്. അതിന് വേണ്ടത്, പ്രധാനമായും വേണ്ടത് പൊതുസമൂഹത്തിലുള്ള വ്യാപാരികളായാലും ജനങ്ങളായാലും നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കളായാലും എവിടെ കണ്ടാലും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും അതിന് തുടർ നടപടി നമുക്ക് പഞ്ചായത്തിന് കൈക്കൊള്ളുന്ന തരത്തിലുള്ള അറിയിപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കിതൊരു തീർത്തും ഒരു നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാൻ പറ്റൂ. ഇന്ന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് മാസം 30-ാം തീയതിക്കകത്ത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് സംസ്കരിച്ചുള്ള പരിപാടികൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തും ഫോറസ്റ്റ് വകുപ്പും RPL നമ്മുടെ ആരോഗ്യ വകുപ്പും ചേർന്നുകൊണ്ടുള്ള കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡിലെയും തൊഴിലുറപ്പ് തൊഴിലാളികൾ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ അന്തർ സംസ്ഥാന പാതയാണിത്. തമിഴ്നാട്ടിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നും ഒരുപാട് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ഒരു സംവിധാനമാണ് ഈ റോഡ്. സ്റ്റേറ്റ് ഹൈവേ ആണ്. അപ്പം നമ്മുടെ ഇത്രയും പേര് ചേർന്ന് ഇന്ന് ഈ മാലിന്യങ്ങളെല്ലാം മാറ്റുകയാണ്. ഇപ്പം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. ഇതിൽ പഞ്ചായത്തിൻ്റെ എന്താവശ്യത്തിനും വനം വകുപ്പ് ഏത് സമയത്തും, അത് രാപ്പകലില്ലാതെ ഏത് സമയത്തും കൂടുണ്ടാവുമെന്നുള്ള ഉറപ്പ് തരികയാണ്. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ, ഇപ്പം വേസ്റ്റിൻ്റെ കാര്യത്തിലായാലും അല്ലാതായാലും വനത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ആണെങ്കിൽ പോലും നമ്മളെ സമീപിക്കുന്നവർക്ക് 100% ഉറപ്പ് വനംവകുപ്പ് കൊടുക്കുകയാണ്. അത് ഏത് രാത്രിയിലായാലും പകലായാലും 24 hours നമ്മളത് ഉറപ്പ് പറയുകയാണ്. വരും ദിവസങ്ങളിൽ കളങ്കുന്ന് ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ഉണ്ടായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാജീവ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈജു, കളങ്കുന്ന് ഫോറസ്റ്റർ ഉല്ലാസ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, കുളത്തൂപ്പുഴ.